ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ സിമ്പിളായിട്ട് ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു ഈവനിങ് സ്നാക്സിൻ്റെ റെസിപ്പിയാണ് ഇന്ന് നിങ്ങൾക്കായിട്ട് ഷെയർ ചെയ്ത് തരാൻ പോകുന്നത്. അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് കാണാൻ നമ്മളെ സപ്പോർട്ട് ചെയ്യാം. നേന്ത്രപ്പഴമൊക്കെ പൊതുവെ കഴിക്കാൻ മടിച്ച് നിൽക്കുന്ന കുട്ടികളാണ് നമ്മുടെ വീടുകളിലൊക്കെ ഉള്ളവരല്ലേ. അപ്പോൾ അവർക്കൊക്കെ എന്തായാലും ഇഷ്ടമാകുന്ന ഒരു അടിപൊളി സ്നാക്സാണിത്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. അപ്പോൾ അത്യാവശ്യം നല്ല പഴുത്തിട്ടുള്ള 2-3 നേന്ത്രപ്പഴം നമ്മൾ എടുത്തിട്ട് ചെറിയ പീസുകളാക്കിയിട്ട് കൈകൊണ്ട് നന്നായിട്ട് ഉടത്തിയെടുക്കണം. അതിലേക്ക് ആവശ്യത്തിന് പഞ്ചസാരയും ഒരു നുള്ളു ഉപ്പും 2 ഏലക്ക പൊടിച്ച പൊടിയും ചേർക്കണം. അതിലേക്ക് നമുക്ക് എന്ത് ചെയ്യുക, 1-2 കോഴിമുട്ട കൂടി പൊട്ടിച്ച് വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അതിനുശേഷം നമ്മൾ ചേർക്കാൻ പോകുന്നത് 5-6 ബ്രെഡാണ്. അത് ചെറിയ പീസുകളാക്കിയിട്ട് എന്ത് ചെയ്യുക, ഈ പഴത്തിലിട്ട് കൈകൊണ്ട് തന്നെ നന്നായിട്ട് മിക്സ് ചെയ്ത് കുറച്ച് സമയം നമ്മളത് മാറ്റി വെക്കണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് നന്നായിട്ടൊരു സോഫ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ശേഷം നമുക്ക് എന്ത് ചെയ്യുക, ഓയിലിലേക്ക് ചെറിയ ബോൾസ് ആക്കിയോ അല്ലെങ്കിൽ സ്പൂണ് വെച്ചിട്ടോ കോരി ഒഴിച്ച് 2 സൈഡും എന്ത് ചെയ്യുക, നന്നായിട്ട് അതൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക. വളരെ സിമ്പിളായിട്ട് ടേസ്റ്റി ആയിട്ട് നമുക്ക് ഉണ്ടാക്കാൻ കഴിയുന്നൊരു റെസിപ്പിയാണിത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എത്രയും എളുപ്പം ഉണ്ടാക്കാൻ കഴിയുന്ന റെസിപ്പീസാണല്ലോ നമ്മളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണത്. അപ്പോൾ അതിൽ പെട്ടതാണിത്. ഏകദേശം ഒരു 2-3 മിനിറ്റിനുള്ളിൽ തന്നെ നമുക്കൊരു അടിപൊളി റെസിപ്പി റെഡിയാവും. അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ. ഓക്കെ.